മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട ചിത്രപ്രിയ കൊലപാതകത്തിന് മുൻപ് ആൺ സുഹൃത്തായ അലനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. അലൻ തലക്കടിച്ച് ചിത്രപ്രിയയെ കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യമായിട്ട് സമ്മതിച്ചില്ല. എന്നാൽ തെളിവുകൾ നിരത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അലന് മറ്റു മാർഗമില്ലാതെ വന്നു. അയാൾ കുറ്റം സമ്മതിച്ചു. 21 വയസ്സാണ് പ്രായം. ഈ പെൺകുട്ടിയുടെ പ്രായം 19 വയസ്സാണ്. ചില പ്രേക്ഷകർ പറയുന്ന ആൺ സുഹൃത്തെന്നാണോ പറയേണ്ടത്, കാമുകൻ എന്നല്ലേ പറയേണ്ടത്? കാമുകൻ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ് നമ്മൾ ആൺ സുഹൃത്തെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. എന്നാലും മലയാറ്റൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്ത ഈ ഘാതകൻ വെറും സംശയരോഗിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചോ? സംശയത്തെ തുടർന്നുള്ള കൊലപാതകം എന്നാണ് മനസ്സിലാകുന്നത്. ഈ ചിത്രപ്രിയയെ കാണാതാകുന്നതിന്റെ അന്നേ ദിവസം അലനും ചിത്രപ്രിയയും തമ്മിൽ രാവിലെ കണ്ടിരുന്നു. അതിനുശേഷം അവർ തമ്മിൽ ഒരുമിച്ച് എവിടെയോ പോയിരുന്ന് മദ്യപിച്ചിരുന്നു. പിന്നീട് വലിയ തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ആ ചിത്രപ്രിയയെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ശരീരമാസകലം മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഗുരുതര പരിക്കുകൾ, ചതവുകളൊക്കെ ശരീരത്തിലുണ്ട് എന്നാണ് ഇന്നലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മനസ്സിലായത്. പിന്നാലെയാണ് പോലീസ് ഈ CCTV, ഇപ്പോൾ നമ്മൾ കാണിച്ച CCTV പോലീസിന് ലഭിക്കുന്നത്. ആ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരനായ അലനിലേക്ക് പോലീസ് എത്തുന്നത്. ഇന്നലെ അലനെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും അലൻ വളരെ നിഷ്കളങ്കത്തോടെ താൻ അവരെ ആ ബൈക്കിൽ അവിടെ ഇറക്കി വിട്ടു, അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അലൻ തിരികെ പോവുകയായിരുന്നു. പിന്നീട് വീണ്ടും അലനെ ഇന്നലെ രാത്രിയോടുകൂടി ഒരിക്കൽ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഈ ദൃശ്യങ്ങളടക്കം കാണിച്ച് വീണ്ടും ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് അലൻ കുറ്റം സമ്മതിച്ചത്. അലൻ നിലവിൽ കാലടി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. കാലടി പോലീസ് സ്റ്റേഷന്റെ ഇന്ന് അല്പസമയത്തിനകം തന്നെ അലന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സംശയത്തെ തുടർന്നുള്ള കൊലപാതകം എന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റാർക്കും ഈ കൊലപാതകത്തിൽ ഇതുവരെ പങ്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. മറ്റാരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഇതുവരെ മനസ്സിലായിട്ടില്ല. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അലനിലേക്ക് മണിക്കൂറുകൾക്കകം തന്നെ കൊലപാതകം, അതായത് മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഒരു ഇടപെടൽ ഈ കൊലപാതകത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യവും സമഗ്രമായി പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അലനെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇറക്കും. ഇരുവരും തമ്മിൽ ഏറെ നാളായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ ബന്ധത്തിനിടയിൽ ചില ഉലച്ചിലുണ്ടായി, ചില സംശയങ്ങളുണ്ടായി. അലന് അന്നത്തെ ദിവസം മദ്യപിച്ചിരുന്നു. ആദ്യവും തർക്കമുണ്ടായി, അതിനുശേഷം വീണ്ടും മദ്യപിച്ചു, അതിനുശേഷം പിന്നീട് തർക്കമുണ്ടാകുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ മൃതദേഹം കണ്ടെത്തി ഏകദേശം ഒരു 5-6 മണിക്കൂറിൽ തന്നെ അലനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ വേണ്ടിയിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അലനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അലനെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ റെക്കോർഡ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. 19 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിയുടെ പ്രായം. ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സ് ചെയ്യുകയായിരുന്നു. ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച മാതാപിതാക്കൾ പരാതി നൽകി പോലീസ് ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടി അവിടുത്തെ നാട്ടുകാർ നടത്തിയൊരു തെരച്ചിലിലാണ് ഒരു പറമ്പിൽ നിന്ന്, ആ പറമ്പ് വളരെ നമ്മളിന്ന് രാവിലെ കാണിച്ചതാണ്, അത് റോട്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ കണ്ടില്ല. വളരെ തുറസായ ഒരു പ്രദേശമാണ്. ഇന്നലെ അവിടെ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അവിടെ പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹം കിട്ടിയത്. പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടി ഇപ്പോൾ ഒരു 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും അലന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.